സർ, സർക്കാർ വാഹനങ്ങൾ വാങ്ങാൻ 100 കോടി രൂപ. സർ, സംസ്ഥാനത്ത് കാലാവധി കഴിഞ്ഞ വാഹനങ്ങൾ മാറ്റി പുതിയത് വാങ്ങാൻ 100 കോടി രൂപ ഈ ബഡ്ജറ്റിൽ അനുവദിക്കുന്നു. സർ, വിഴിഞ്ഞം തുറമുഖം വലിയ വാണിജ്യ വികസന സാധ്യതകൾ തുറന്നിടുന്നുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് തിരുവനന്തപുരത്ത് വ്യാപാര വാണിജ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിന് ഔദ്യോഗിക ബിസിനസ് വികസന കേന്ദ്രം സ്ഥാപിക്കുന്നതിനായി സ്ഥലം അനുവദിക്കും. ഇതിനായിട്ട് 100 ഏക്കർ വികസിപ്പിക്കും. തൊഴിൽ നിയമനങ്ങളിൽ കേരളം ഈ സർക്കാരിൻ്റെ കാലത്ത് ഇതുവരെ 1,10,10,000 നിയമന ശുപാർശകൾ നൽകി കഴിഞ്ഞു. സർ, 10,000-ലധികം പുതിയ തസ്തികകൾ സൃഷ്ടിച്ചു. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം PSC നിയമനങ്ങളുടെ സിംഹഭാഗവും നടക്കുന്നത് കേരളത്തിലാണ്. രണ്ടാം പിണറായി സർക്കാർ അധികാരമേറ്റതിന് ശേഷം ഇതുവരെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി 8,293 സ്ഥിരം നിയമനങ്ങളും 34,859 താൽക്കാലിക നിയമനങ്ങളും ഉൾപ്പെടെ 43,152 പേർക്ക് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി തന്നെ തൊഴിൽ നൽകി. വിജ്ഞാന കേരളം ജനകീയ ക്യാമ്പയിൻ. സർ, വിവിധ കോഴ്സുകളിൽ അവസാന വർഷം പഠിക്കുന്ന 5 ലക്ഷം വിദ്യാർത്ഥികളെ നൈപുണ്യ പരിശീലനം നൽകി തൊഴിൽ പ്രാപ്തരാക്കുക, പഠനം പൂർത്തീകരിച്ചവരെ ശരിയായി തയ്യാറെടുപ്പിച്ച് തൊഴിൽമേളയുടെ തൊഴിൽ നൽകുക എന്ന ലക്ഷ്യത്തോടെയുള്ള ജനകീയ ക്യാമ്പയിനാണ് വിജ്ഞാന കേരളം. 2025-26 ഒരു പ്രധാന വികസന പദ്ധതിയായിരിക്കും ഇത്. വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠനത്തിനും അഭിരുചിക്കും അനുയോജ്യമായതും തൊഴിൽ ലഭിക്കാൻ സാധ്യതയുള്ളതുമായ സ്കിൽ കോഴ്സുകൾ ലഭ്യമാക്കും. പദ്ധതിയിൽ മെൻറ്റർമാർക്ക് പുറമെ 50,000 സന്നദ്ധ പ്രൊഫഷണൽ മെൻറ്റർമാരെ അണിനിരത്തും. പരമാവധി കുട്ടികൾക്ക് ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് ഉറപ്പുവരുത്തും. സ്കിൽ കോഴ്സുകൾക്കുള്ള തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ മാച്ചിങ് ഗ്രാൻഡായും വിജ്ഞാന കേരളം ആഗോള സംഗമം സംഘടിപ്പിക്കുന്നതിനും പദ്ധതിയുടെ പരിശീലനത്തിനും പ്രചരണത്തിനുമായി 20 കോടി രൂപ വകയിരുത്തുന്നു. പഠനം പൂർത്തീകരിച്ച തൊഴിലന്വേഷകർക്കുള്ള ആദ്യത്തെ മെഗാ ജോബ് എക്സ്പോ 2025 ഫെബ്രുവരിയിൽ നടക്കും. തുടർന്ന് ഏപ്രിൽ മുതൽ പ്രാദേശിക ജോബ് ഡ്രൈവുകളും പ്രതിമാസം 2 മെഗാ ജോബ് എക്സ്പോ വീതവും സംഘടിപ്പിക്കും. 3 മുതൽ 5 ലക്ഷം വരെ തൊഴിലവസരങ്ങളാണ് ഓരോ മെഗാ ജോബ് എക്സ്പോ വഴിയും ലഭ്യമാകുക. കേരള നോളജ് ഇക്കണോമി മിഷൻ്റെ ഡിജിറ്റൽ വർക്ക് ഫോഴ്സ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൽ രജിസ്റ്റർ ചെയ്ത് ഏതൊരാൾക്കും ജോലിക്ക് അപേക്ഷിക്കാം. ഇവരെ സഹായിക്കാൻ എല്ലാ ബ്ലോക്കിലും മുനിസിപ്പാലിറ്റിയിലും ജോബ് സ്റ്റേഷൻ ഉണ്ടാവും. ക്യാമ്പയിൻ പ്രചരണത്തിനും പരിശീലനങ്ങൾക്കും തൊഴിൽമേളയുടെ സംഘാടനത്തിനും റിസോഴ്സ് പേഴ്സൻ്റെ ചെലവിനുമായി 20 കോടി രൂപ അധികമായി അനുവദിക്കുന്നു. സർ, ഫിൻടെക് വളർച്ചയുടെ പുതിയ മാതൃക. ഉപഭോക്താക്കൾക്ക് സാമ്പത്തിക സേവനങ്ങൾ നൽകുന്നതിനുള്ള പ്രാഥമികമായ സാങ്കേതികവിദ്യയും ക്ലൗഡ് സേവനങ്ങളും ആശ്രയിക്കുന്ന കമ്പനികളാണ് ഫിൻടെക്കുകൾ. സ്റ്റാർട്ടപ്പുകൾ, ബാങ്കുകൾ, ബാങ്കുതര ധനകാര്യ സ്ഥാപനങ്ങൾ, ക്രോസ് സെക്ടർ സ്ഥാപനങ്ങൾ എന്നിവ ഫിൻടെക്കുകൾ വരുന്നു. സർ, KSFE, KFC ഇതര ധനകാര്യ സ്ഥാപനങ്ങളെ ഈ പ്രവർത്തനങ്ങളിൽ കൂട്ടിയോജിപ്പിച്ച് പദ്ധതികൾ രൂപീകരിക്കും. ഫിൻടെക് മേഖലയെ വികസിപ്പിക്കുന്നതിനായി ഈ വർഷം 10 കോടി രൂപ വകയിരുത്തുന്നു.